ഒരു കാടിന് സമീപം ഒരു പശു മേയാനിറങ്ങി. താൻ സിംഹത്തിന്റെ മുന്നിൽ പെട്ടുപോയി. സിംഹം തന്റെ പിന്നാലെ തുടരുന്നു എന്ന് മനസ്സിലാക്കിയതായ പശു ഓടാൻ തുടങ്ങി. പിറകെ സിംഹവും പശുവിനെ ലക്ഷ്യമാക്കി ഓടിത്തുടങ്ങി. പശുവാണെങ്കിലോ അടുത്തുള്ളതായ ഒരു ചതുപ്പിലേക്ക് എടുത്തു ചാടി. കൂടെ സിംഹവും ചാടി. പശുവിന് രക്ഷപ്പെടുവാനോ സിംഹത്തിന് പശുവിനെ കൊന്ന് തിന്നുവാനോ സാധിക്കാതെ രണ്ടുപേരും വല്ലാതെ കുടുങ്ങിപ്പോയി. ഈ സാഹചര്യത്തിൽ പശു സിംഹത്തിനോട് ചോദിച്ചു, നിനക്ക് യജമാനനുണ്ടോ? സിംഹം വളരെ അഹങ്കാരത്തോടെ പറഞ്ഞു, ഞാൻ യജമാനനാണ്, ഞാനാണ് ഇവിടുത്തെ രാജാവ്, എനിക്ക് യജമാനന്റെ ആവശ്യമേ ഇല്ല. പശു പറഞ്ഞു, എനിക്ക് യജമാനനുണ്ട്, എന്റെ യജമാനൻ എന്നെ വന്ന് രക്ഷപ്പെടുത്തും. കുറെ സമയങ്ങൾ കഴിഞ്ഞപ്പോൾ പശുവിന്റെ യജമാനൻ എത്തുകയും പശുവിനെ വന്ന് രക്ഷപ്പെടുത്തി തന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. സിംഹമാണെങ്കിലോ തന്റെ അഹങ്കാരമൂത്ത് അവിടെ തന്നെ രക്ഷപ്പെടുവാൻ ശ്രമിക്കും തോറും വീണ്ടും ചതുപ്പിലേക്ക് താഴ്ന്നുകൊണ്ടേയിരിക്കുകയാണ്. പശുവിനെ രക്ഷപ്പെടുത്തിയ യജമാനനെ പോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഗുരുനാഥന്മാർ. നമുക്ക് വഴികാട്ടിയായും വഴിവിളക്കായും ഒരുപക്ഷെ നമ്മുടെ വഴി തെറ്റിപ്പോയാൽ അതിനെ തിരുത്തി നന്മയിലേക്ക് നയിക്കുവാൻ നമുക്കൊരു ഗുരുനാഥൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ അനുഗ്രഹമായ കാര്യമാണ്. അതെ, ഗുരുനാഥന്മാര് നമ്മുടെ മനസ്സിനെ വായിച്ചറിയുകയും മനസ്സിനെ ശുദ്ധീകരിക്കുകയും അഹങ്കാരം പോലെയുള്ളതായ ദുശ്ചിന്തകളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നവരാണ്.